പ്രിയപ്പെട്ട സുഹൃത്ത് നമസ്കാരം. ഇന്ന് മെയ് 27 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി ജെഡിസ് കറണ്ട് അഫേഴ്സ്. നമുക്കറിയാം കറണ്ട് അഫേഴ്സിൻ്റെ പ്രാധാന്യം എന്താണെന്ന്. എന്നും നമ്മൾ സമയം കണ്ടെത്തിക്കൊണ്ട് കറണ്ട് അഫേഴ്സ് അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല മാറ്റങ്ങളുണ്ടാകും. ഇന്നത്തെ ചില ഹെഡിങ്സ് ആണ്. IITMൻ്റെ ഭാരത് ഫോർകാസ്റ്റ് സിസ്റ്റം അനാച്ഛാദനം ചെയ്തു. ISSF ജൂനിയർ വേൾഡ് കപ്പ് 25 മീറ്റർ പിസ്റ്റൾ ഇനത്തിൽ ഇന്ത്യൻ ഷൂട്ടർ തേജസ്വിനി സ്വർണം നേടി. ഇന്ത്യയിലെ ആദ്യത്തെ വിസ്റ്റോഡാം ജംഗിൾ സഫാരി ട്രെയിൻ പുറത്തിറങ്ങി. ഇതേപോലുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് ഇന്നത്തെ കറണ്ട് അഫേഴ്സ്. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്, ഭാരത് ഫോർകാസ്റ്റ് സിസ്റ്റം ബൈ IITM അൺവീൽഡ്. IITMൻ്റെ ഭാരത് ഫോർകാസ്റ്റ് സിസ്റ്റം അനാച്ഛാദനം ചെയ്തു. ഇന്നത്തെ മിക്കവാറും പത്രങ്ങളിൽ വന്നിട്ടുള്ള, ഹിന്ദു പത്രത്തിലെ മെയിൻ പേജ് വന്നിട്ടുള്ള ഒരു വാർത്തയാണ്. അതായത് ഭാരത് ഫോർകാസ്റ്റ് സിസ്റ്റം ഇത് അനാച്ഛാദനം ചെയ്ത കാര്യം. കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ഒന്നാണ് ഭാരത് ഫോർകാസ്റ്റ് സിസ്റ്റം. ഇത് പുറത്തിറക്കിയിട്ടുള്ളത് IITM ആണ്. എന്താണ് IITMൻ്റെ ഫുൾ ഫോം? നമുക്ക് കറണ്ട് അഫേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇന്ത്യയിൽ ആദ്യമായി തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഉയർന്ന റെസൊല്യൂഷൻ കാലാവസ്ഥ പ്രവചന സംവിധാനങ്ങൾ വികസിപ്പിച്ചെടുത്തത് ആരാണ്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മെട്രോളജി, പൂനെ. പൂനെയിലുള്ള IITM, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മെട്രോളജിയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ചിട്ടുള്ള ഉയർന്ന റെസൊല്യൂഷൻ കാലാവസ്ഥ പ്രവചന സംവിധാനം പുറത്തിറക്കിയിട്ടുള്ളത്. ഇത് ഇന്ത്യയുടെ തന്നെ തനതായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഹൈ റെസൊല്യൂഷൻ തന്നെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന പ്രദേശങ്ങളിൽ തന്നെ കാലാവസ്ഥ കൃത്യമായിട്ട് പ്രവചിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റമാണ് ഇന്ത്യ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ലോകത്തിലെ ആദ്യമായി തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഉയർന്ന റെസൊല്യൂഷൻ കാലാവസ്ഥ പ്രവചന സംവിധാനത്തിൻ്റെ പേരെന്താണ്? ഭാരത് ഫോർകാസ്റ്റ് സിസ്റ്റം. ഭാരത് പ്രവചന സംവിധാനം, അതായത് ഈ ഒരു കാലാവസ്ഥ ബന്ധപ്പെട്ട് ലോക്കൽ ഏരിയ തന്നെ ആ പ്രദേശത്തുള്ള കാലാവസ്ഥ കൃത്യമായിട്ട് അതിനെ പ്രവചിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റമാണ് ഇപ്പോൾ ഇന്ത്യ നിർമ്മിച്ചിട്ടുള്ളത്. ലോകത്തിലെ ആദ്യമായി തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഭാരത് പ്രവചന സംവിധാനങ്ങളിലൊന്ന് 2025 മെയ് 26 സമർപ്പിച്ചത് ആരാണ്? കേന്ദ്ര ഭൗമശാസ്ത്ര മന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ്. യൂണിയൻ മിനിസ്റ്റർ ഓഫ് എർത്ത് സയൻസ് ഡോക്ടർ ജിതേന്ദ്ര സിംഗ് ആണ് മെയ് 26 ഇന്ത്യയിൽ തന്നെ വികസിപ്പിച്ചെടുത്തിട്ടുള്ള കാലാവസ്ഥ പ്രവചിക്കാനുള്ള ആ സിസ്റ്റം, ഭാരത് ഫോർകാസ്റ്റ് സിസ്റ്റം, ഇത് അനാച്ഛാദനം ചെയ്തിട്ടുള്ളത്. നിലവിലുള്ള 12 കിലോമീറ്റർ കാലാവസ്ഥ പ്രവചന മാതൃകയിൽ നിന്ന് തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഭാരത് പ്രവചന സംവിധാനത്തിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? നിലവിലുള്ള 12 കിലോമീറ്റർ കാലാവസ്ഥ പ്രവചന മാതൃകയിൽ നിന്ന് 6 കിലോമീറ്റർ റെസൊല്യൂഷൻ, അതായത് ഒരു 6 കിലോമീറ്റർ റെസൊല്യൂഷനിലേക്ക് തന്നെ അതിന് കൃത്യമായിട്ട് തന്നെ അതിനെ കാലാവസ്ഥ പ്രവചിക്കാൻ സാധിക്കുന്ന രീതിയിൽ പഞ്ചായത്ത് ലെവലിൽ തന്നെ അതിനെ ആ ഒരു പ്രദേശം മാത്രം കൃത്യമായിട്ട് കാലാവസ്ഥ പ്രവചിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റമാണ് ഭാരത് ഫോർകാസ്റ്റ് സിസ്റ്റം. ഇതിനു മുമ്പായിരുന്നെങ്കിൽ 12 കിലോമീറ്റർ ചുറ്റളവിൽ ഉള്ള ഒന്നായിരുന്നു പ്രവചിക്കാൻ സാധിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ കൃത്യമായിട്ട് തന്നെ ആ ഒരു പ്രദേശത്ത് മഴ പെയ്യോ അല്ലെങ്കിൽ കൃത്യമായിട്ട് തന്നെ അതിൻ്റെ കാലാവസ്ഥ പ്രവചിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് IITM പൂനെ നിർമ്മിച്ചിട്ടുള്ള, അതായത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മെട്രോളജി പൂനെ നിർമ്മിച്ചിട്ടുള്ള ഭാരത് ഫോർകാസ്റ്റ് സിസ്റ്റം. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്, ഇന്ത്യസ് ഫസ്റ്റ് വിസ്റ്റഡോം ജംഗിൾ സഫാരി ട്രെയിൻ ലോഞ്ച്ഡ്. ഇന്ത്യയിൽ ആദ്യത്തെ വിസ്റ്റഡോം ജംഗിൾ സഫാരി ട്രെയിൻ പുറത്തിറങ്ങി. ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ട്രെയിൻ. വിസ്റ്റഡോം എന്ന് പറഞ്ഞാൽ ഒരു ട്രെയിൻ, അതിന് കൂടുതലായിട്ടും അതിൻ്റെ വിൻഡോസ് എല്ലാം വലുതായിരിക്കുള്ളൂ. അതുപോലെ തന്നെ ഗ്ലാസ് അരികൾ കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. കാരണം ആ ട്രെയിനിൻ്റെ അകത്തുനിന്ന് പുറത്തേക്കുള്ള കാഴ്ചകൾ കൂടുതൽ കാണുന്നതിന് വേണ്ടിയുള്ള ഒരു തരം ട്രെയിൻ ആണ് വിസ്റ്റഡോം എന്ന് പറയുന്ന ആ സഫാരിയാണ് ഇപ്പോൾ ഇന്ത്യ ആദ്യമായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. നമുക്ക് നോക്കാം കറണ്ട് അഫേഴ്സിൻ്റെ ഡീറ്റെയിൽസ്. ഇന്ത്യയിലെ ആദ്യത്തെ വിസ്റ്റഡോം ജംഗിൾ സഫാരി ട്രെയിൻ എവിടെയാണ് ആരംഭിച്ചത്? ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിലാണ് ഇന്ത്യയിൽ ആദ്യത്തെ വിസ്റ്റഡോം ജംഗിൾ സഫാരി ട്രെയിൻ ആരംഭിച്ചിട്ടുള്ളത്. ആദ്യത്തെ വിസ്റ്റഡോം ജംഗിൾ സഫാരി ട്രെയിൻ ഏത് വന്യജീവി സങ്കേതത്തിലാണ്? കദർനിയാഘട്ട് വന്യജീവി സങ്കേതം. UPയിലുള്ള കദർനിയാഘട്ട് വന്യജീവി സങ്കേതത്തിലാണ് ഇപ്പോൾ ഇന്ത്യയിൽ ആദ്യത്തെ തന്നെ പറയുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു ട്രെയിൻ സഫാരി ആരംഭിച്ചിട്ടുള്ളത്. ഇത് രാത്രിയിലും തന്നെ യാത്ര ചെയ്യാൻ സാധിക്കുന്ന, കാട്ടിലൂടെ തന്നെ പോകുന്ന ഈ ഒരു ട്രെയിൻ, ഈ സഫാരിയാണ് ലേറ്റസ്റ്റ് ആയിട്ട് ഇന്ത്യ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അത് UPയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വിസ്റ്റഡോം ജംഗിൾ സഫാരി ട്രെയിൻ
ഖദർ നിയാഗഡ് വന്യജീവി സങ്കേതത്തെ ഏത് കടുവ സംരക്ഷണ കേന്ദ്രവുമായി ബന്ധിപ്പിക്കുന്നു? ദുധ്വ ടൈഗർ റിസർവ്. ദുധ്വ ടൈഗർ റിസർവ് എന്ന ടൈഗർ റിസർവും ഖദർനിയാഗഡ് വന്യജീവി സങ്കേതവും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ട്രെയിൻ സഫാരിയാണ് വിസ്ഡം ട്രെയിൻ സഫാരി ജംഗിൾ സഫാരി. ഇത് ആരംഭിച്ചിട്ടുള്ളത് ഉത്തർപ്രദേശിലാണ്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് ISSF ജൂനിയർ വേൾഡ് കപ്പ്. ഇന്ത്യൻ ഷൂട്ടർ തേജസ്വനി ക്ലെയിംസ് ഗോൾഡ് ഇൻ 25 മീറ്റർ പിസ്റ്റൾ ഇവന്റ്. ISSF ജൂനിയർ ലോകകപ്പ് 25 മീറ്റർ പിസ്റ്റൾ ഇനത്തിൽ ഇന്ത്യൻ ഷൂട്ടർ തേജസ്വനി സ്വർണം നേടി. ഇതും ഇന്ത്യക്ക് തന്നെ പറയുമ്പോൾ അഭിമാനകരമായിട്ടുള്ള ഒന്നാണ്. ISSF ജൂനിയേഴ്സ് വേൾഡ് കപ്പിൽ ഇന്ത്യയുടെ പെർഫോമൻസ് അതിഗംഭീരമായിരുന്നു. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ജർമ്മനിയിലെ സുഹ്ലിൽ നടന്ന ISSF ജൂനിയർ വേൾഡ് കപ്പിൽ 25 മീറ്ററിൽ സ്വർണം നേടിയ ഇന്ത്യക്കാരന്റെ പേര് തേജസ്വനി. തേജസ്വനിയാണ് 25 മീറ്റർ പിസ്റ്റൾ ഇനത്തിൽ സ്വർണം കരസ്ഥമാക്കിയിട്ടുള്ളത്. ഇത് ഇന്നത്തെ പത്രത്തിൽ തന്നെ വാർത്തയാണ്. ഇന്നത്തെ പത്രത്തിലെ ഹിന്ദു പേജിലെ സ്പോർട്സ് പേജിൽ വന്നിട്ടുള്ള വാർത്തയാണ്. തേജസ്വിനിയെ കുറിച്ച് ഇന്ത്യക്ക് സ്വർണം കരസ്ഥമാക്കിയിട്ടുള്ള 25 മീറ്റർ ഈവന്റിലാണ് ജർമ്മനിയിലെ സുഹിൽ നടക്കുന്ന ഈ ഒരു മത്സരത്തിൽ ഇന്ത്യ നേടിയിട്ടുള്ളത്. ISSF ജൂനിയർ വേൾഡ് കപ്പ് ആണിപ്പോൾ ജർമ്മനിയിലെ സുഹിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ISSFന്റെ വേൾഡ് കപ്പ് ഒരു വർഷം 4 സ്ഥലങ്ങളിലാണ് നടക്കുന്നത്. ഇപ്പോൾ ഇത് 3ാമത്തെ ആണ് ISSF നടന്നുകൊണ്ടിരിക്കുന്നത്. ജർമ്മനിയിലെ സുഹ്ലിൽ നടന്ന ISSF ജൂനിയർ വേൾഡ് കപ്പിൽ ഇന്ത്യ എത്ര മെഡലുകൾ നേടി? 11 മെഡലുകൾ. 3 സ്വർണം, 4 വെള്ളി, 4 ബ്രോൺസ് ആണ് ഇന്ത്യ നേടിയിട്ടുള്ളത്. ഇന്ത്യയുടെ പെർഫോമൻസ് അതിഗംഭീരമായിരുന്നു ഈ പ്രാവശ്യത്തെ ISSF വേൾഡ് കപ്പിൽ. ഇത് ജൂനിയർ വേൾഡ് കപ്പ് ആണ് ജർമ്മനിയിലെ സുഹ്ലിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ജർമ്മനിയിലെ സുഹ്ലിൽ നടന്ന ISSF ജൂനിയർ വേൾഡ് കപ്പിൽ ഏത് രാജ്യമാണ് 1ാം സ്ഥാനത്ത്? ഇന്ത്യ. ചൈനയെ മറികടന്നുകൊണ്ട് ഇന്ത്യ ഈ പ്രാവശ്യം ISSF ജൂനിയർ വേൾഡ് കപ്പിൽ 1ാം സ്ഥാനത്തെത്തി. കഴിഞ്ഞ 2 മത്സരങ്ങളിൽ തന്നെ ഇന്ത്യയായിരുന്നു 2ാം സ്ഥാനത്ത്. ഇപ്പോൾ ഇന്ത്യ ഈ പ്രാവശ്യത്തെ ജർമ്മനിയിലെ മത്സരത്തിൽ ISSF ജൂനിയർ വേൾഡ് കപ്പിൽ ഇന്ത്യയാണ് 1ാം സ്ഥാനത്ത്. 11 മെഡൽസ് ആണ് ഇന്ത്യക്ക് ലഭിച്ചിട്ടുള്ളത്. തേജസ്വനിയാണ് ലേറ്റസ്റ്റ് ആയിട്ട് ഇന്ത്യക്ക് 25 മീറ്റർ പിസ്റ്റൾ ഇനത്തിൽ സ്വർണം കരസ്ഥമാക്കിയിട്ടുള്ളത്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് നൊവാക് ജോക്കോവിക് ക്ലിഞ്ചസ് 100th ATP ടൈറ്റിൽ വിത്ത് ജനീവ ഓപ്പൺ വിൻ. ജനീവ ഓപ്പൺ വിജയത്തോടെ നൊവാക് ജോക്കോവിക് 100ാമത് ATP കിരീടം നേടി. നമുക്കറിയാം നൊവാക് ജോക്കോവിക് എന്ന പ്രൊഫഷണൽ ടെന്നീസ് പ്ലെയർ ഇദ്ദേഹത്തിന്റെ കരിയറിൽ തന്നെ പറയുമ്പോൾ ATP ടൈറ്റിൽ കരസ്ഥമാക്കുന്ന 100ാമത്തെ ടൈറ്റിൽ ആണ് അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുള്ളത്. ATP എന്നാൽ അസോസിയേഷൻ ഓഫ് ടെന്നീസ് പ്രൊഫഷണൽസ് എന്ന് പറയുന്നു. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ATPയുടെ ചരിത്രത്തിലെ 100ാമത് കരിയർ സിംഗിൾസ് കിരീടം നേടിയത് ആരാണ്? നൊവാക് ജോക്കോവിക്. ATP അസോസിയേഷൻ ഓഫ് ടെന്നീസ് പ്രൊഫഷണൽ ഇതിലെ 100ാമത്തെ സിംഗിൾസ് കിരീടം കരസ്ഥമാക്കിയിട്ടുള്ള വ്യക്തിയാണ് പ്രൊഫഷണൽ ടെന്നീസ് പ്ലെയർ ആയിട്ടുള്ള നൊവാക് ജോക്കോവിക്. ജനീവ ഓപ്പൺ പുരുഷ സിംഗിൾസ് നേടിയ നൊവാക് ജോക്കോവിക് 100ാമത് കരിയറിലെ സിംഗിൾസ് കിരീടത്തിൽ ആരെയാണ് പരാജയപ്പെടുത്തിയത്? പോളണ്ടിന്റെ ഹ്യൂബർട്ട് ഹർക്കാസ്. 100ാമത്തെ കരിയർ, അതായത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് 100ാമത്തെ കരിയറിൽ വിജയിക്കുക. അത് സിംഗിൾസിൽ നൊവാക് ജോക്കോവിക് പോളണ്ടിന്റെ ഹ്യൂബർട്ട് ഹർക്കാസിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് 100ാമത്തെ കരിയറിലെ സിംഗിൾസ് കിരീടം കരസ്ഥമാക്കിയിട്ടുള്ളത്. 38-ാം വയസ്സുള്ള നൊവാക് ജോക്കോവിക് ഏത് രാജ്യത്തു നിന്നുള്ള പ്രൊഫഷണൽ ടെന്നീസ് കളിക്കാരനാണ്? ബെൽഗ്രേഡ്, സെർബിയ. സെർബിയൻ താരമാണ് 38 വയസ്സുള്ള നൊവാക് ജോക്കോവിക്. ഇദ്ദേഹമാണ് 100ാമത്തെ ആ ഒരു കിരീടം കരസ്ഥമാക്കിയിട്ടുള്ളത് ATPയിൽ. ATP എന്നാൽ അസോസിയേഷൻ ഓഫ് ടെന്നീസ് പ്രൊഫഷണൽസ്. നമ്മളിന്ന് ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ഇന്നിവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. പൊതുവെ ഇന്ന് PSC UPSC ബന്ധപ്പെട്ട് കറണ്ട് അഫയേഴ്സ് കുറവായിരുന്നു. ജേഴ്സ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.